ഹേ ഗൈസ്, യൂറോപ്പിലേക്കുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബിലേക്ക് വന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നമുക്ക് ഇന്റേൺഷിപ്പ് ബേസ് ചെയ്യുന്നത് ജർമ്മനി, സ്പെയിന്, നെതർലൻഡ് ഈ 3 രാജ്യങ്ങളിലാണ്. ഈ 3 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെതായ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് ഫ്രീ ആയിട്ടല്ല കേട്ടോ. ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പെർ മന്ത് ഒരു 600 to 800 900 യൂറോ പെർ മന്ത് നിങ്ങൾക്ക് സാലറി ആയിട്ട് തരുന്നുണ്ട്. നിങ്ങളവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് പുറമെ നിങ്ങൾക്ക് സാലറി ഉണ്ട്. ഇതിന് പുറമെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമുക്ക് കിട്ടുന്ന വിസകളെല്ലാം തന്നെ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രികളിൽ നമുക്ക് കിട്ടുന്ന ജർമ്മനി, സ്പെയിന്, നെതർലാൻഡ് ഇവിടെ ഏതായാലും കിട്ടുന്ന വിസയ്ക്ക് എക്സ്ട്രാ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന് പുറമെ നിങ്ങൾക്ക് 20 അവർ ലീഗലി പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. സോ ഇന്റേൺഷിപ്പ് വരുന്നത് വീക്കിലി ഒരു 20 to 25 അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 30 അവേഴ്സ് ആണെങ്കിൽ പുറമെ നിങ്ങൾക്ക് 20 അവർ വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചധികം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ബേസ് ചെയ്യുന്നത് 2022, 23, 24 2022 മുതൽ 2024 കഴിഞ്ഞ വർഷം വരെ നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്തേക്ക് രാജ്യത്തായിക്കോട്ടെ, ജെന്യുവൻ ആയിട്ടൊരു UG അല്ലെങ്കിൽ PG കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിറങ്ങി, ഡിസ്റ്റൻസ് ഡിഗ്രി പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിറങ്ങിയ ഡിഗ്രിക്കാരെ അല്ലെങ്കിൽ UG കഴിഞ്ഞത് PG ചെയ്ത ആളുകൾ ഇവരെ മാത്രമാണ് ആവശ്യമായിട്ടുള്ളൂ. അതും ജെന്യുവൻ ചെയ്തത്. ഡിഗ്രിക്ക് പുറമെ നമ്മുടെ നാട്ടിൽ നിന്ന് ഡിപ്ലോമ അടിച്ച് ആരെയും ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്നുള്ളവർ മാത്രം ഇനി അങ്ങോട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കണ്ടാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയുന്നത്. കിട്ടുന്ന വിസ എന്ന് പറയുന്നത് 1 ഇയർ വിസയാണ് കിട്ടുന്നത്. നമുക്കൊരു എൻട്രിക്ക് പുറമെ നിങ്ങൾക്ക് ഈ ഒരു കൺട്രിയിൽ നിങ്ങൾ 1 ഇയർ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നിൽക്കാനുള്ള പെർമിറ്റ് ആ ഒരു കൺട്രി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ 1 ഇയർ ഡ്യൂറേഷനകം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വർക്ക് പെർമിറ്റിലായിട്ട് സ്വിച്ച് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ആക്ച്വലി പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളവിടെ ലോവർ പ്രൈമറി സ്റ്റുഡൻസിനെയും അതുപോലെ തന്നെ കോളേജ്, സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ സപ്പോർട്ടിങ്ങിനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലുള്ള പഠനങ്ങളല്ല. ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് രീതിയിൽ നിങ്ങൾ അവിടെ പോയിട്ട് ചെറിയ മക്കളെയും വലിയ ആളുകളെയും ഇംഗ്ലീഷ് പരമായിട്ട്, അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നാട്ടിൽ നിന്ന് കയറുന്ന എല്ലാവർക്കും നല്ല രീതിയിലുള്ള അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഇംഗ്ലീഷ് നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് തന്നെ ഒരു സ്കിൽ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ജർമ്മനി, സ്പെയിന്, നെതർലാൻഡ് ഈ 3 രാജ്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ഇന്റേൺഷിപ്പിന് സെലക്ട് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് ഇവിടെ എത്തി നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. സ്കിൽ ടെസ്റ്റ് പോലെ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും, കേരളത്തിൽ വെച്ചായിരിക്കും ടെസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും നിലവിലൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്തായാലും റീസെൻ്റ്ലി തന്നെ വരും. ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 28 ദിവസം മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 28-ാം തീയതി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്ലോസ് ആണ്. അതിനുശേഷം ഈ വരുന്ന സെപ്റ്റംബർ ഇൻടേക്കിന് നിങ്ങളോട് റീച്ച്, അതായത് ഓഗസ്റ്റോട് കൂടി നാട്ടിൽ നിന്ന് ഫ്ലൈ ചെയ്യണം. ഏകദേശം ഒരു 4 മാസം ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഒരു 4 മാസം കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെന്യുവൻ ഡിഗ്രി ഉള്ള ആളുകൾക്ക്, ലാംഗ്വേജ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. എക്സാമും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. ബേസിക് ലാംഗ്വേജ് ഉള്ള ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് എക്സാം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ജർമ്മനി ആയിക്കോട്ടെ, സ്പെയിൻ ആയിക്കോട്ടെ, നെതർലാൻഡ് ആയിക്കോട്ടെ, എവിടെ പോകണമെന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ പോരാ. നിങ്ങളുടെ പ്രൊഫൈല്, നിങ്ങളുടെ CV, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം ബേസ് ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന കൺട്രിയിൽ നിന്ന് വരുന്ന എംപ്ലോയേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. അവർ തീരുമാനിക്കും ഇന്ന കൺട്രി, ഇന്ന ആൾക്ക് ഇന്ന കാറ്റഗറിയിൽ വർക്ക് ചെയ്യാൻ, ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന കൺട്രിയിൽ പോകണം എന്നുള്ള മൈൻഡുള്ള ആളാണെങ്കിൽ ദയവ് ചെയ്ത് വയ്ക്കണ്ട. കാരണം വെറും 300 സ്ലോട്ട്സ് മാത്രമാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ 300 സ്ലോട്ട്സിന് വേണ്ടി ഏകദേശം 10,000, 500, 1000 ഡോക്യുമെൻറ്റ്സും പ്രൊഫൈലും നമുക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിനൊരു മറ്റു ഗുണം കൂടെ ഉണ്ട്. നിങ്ങൾ നാട്ടിൽ നിന്ന് പോകാൻ നേരത്തെ ഷോമണിയായിട്ട് ലക്ഷങ്ങൾ അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതിന് പുറമെ നിങ്ങൾക്ക് സാലറി എന്ന് പറഞ്ഞു അത്യാവശ്യം പാർട്ട് ടൈമും ചെയ്യാൻ പറ്റും. നിങ്ങൾ നാട്ടിൽ നിന്ന് വർക്ക് വിസയ്ക്ക് ഈ പറയുന്ന കൺട്രിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് 10 lakh 15 lakhs ഒക്കെ എമൗണ്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് ചിലവില്ലാതെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കയറി പോകാൻ പറ്റും. സോ ജർമ്മനിയോ, നെതർലാൻഡോ, സ്പെയിനോ ഈ പറയുന്ന രീതിയിൽ ഷെങ്കൻ നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മാത്രം ദയവ് ചെയ്ത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. കാരണം നിങ്ങൾ
ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആളുകളാണ് എൻക്വയറി ചെയ്യുന്നുണ്ടെങ്കിലോ വിളിക്കുന്നുണ്ടെങ്കിലോ മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് ജെന്യുവനായിട്ട് നോക്കുന്ന ആളുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇൻഡെപ്തിൽ കാര്യങ്ങളെല്ലാം പറയുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇതിൽ വയ്ക്കുന്ന കംപ്ലീറ്റ് പ്രോഗ്രാമിൽ വയ്ക്കുന്ന എല്ലാവരെയും എനിക്ക് നേരിട്ട് കാണണം. കാരണം ഞാൻ കൂടി നിന്ന് എൻ്റെ ഫ്രണ്ട് എൻഡിൽ ഞാൻ നിന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെയാണ്, പ്രൊഫൈൽ എന്തൊക്കെയാണ്, നമ്മൾ ഇതുവരെ ചെയ്ത സ്റ്റഡീസിലാണ്, വർക്ക് പെർമിറ്റിൽ നമ്മൾ ആരെയും നേരിട്ട് കണ്ടിട്ടില്ല. കുറേ പേര് നമ്മൾ പോയി കണ്ടിട്ട്, കുറേ പേര് നമ്മൾ വന്ന് കണ്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ കാണണമെന്ന് വാശി പിടിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും നിങ്ങളെല്ലാവരും എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ. ഞാൻ എല്ലാവരെയും ഒന്നിച്ച് കൂടുന്ന സെമിനാറും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വയ്ക്കുന്ന എല്ലാവരെയും എനിക്ക് നേരിട്ട് കാണണം. നിങ്ങൾ ഇവിടെയുള്ള ആളുകൾ, ഇന്ത്യയിൽ കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത്. കേരളത്തിൽ പുറത്താനും കുഴപ്പമില്ല, നിങ്ങൾ നാട്ടിൽ വരണം, നമുക്കൊന്ന് ഡയറക്റ്റ് മീറ്റ് ചെയ്യണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ പ്രൊഫൈലും എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഫ്രണ്ട് എൻഡിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ റിസ്ക് കാര്യങ്ങളൊക്കെ എൻ്റെ തലയ്ക്കാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിനോട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. നിങ്ങൾ ഈ സെപ്റ്റംബർ ഇൻടേക്കിൽ, സെപ്റ്റംബറാണ് നമുക്ക് വരുന്ന ഓപ്പണിംഗ് ടൈം, ഈ ഒരു ടൈമിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. സോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യാൻ റെഡിയുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കയറിയിട്ട് എനിക്ക് വാട്സപ്പിൽ ജസ്റ്റ് നിങ്ങളുടെ സി വി എന്ന് പറയുന്നത് യൂറോപ്പ CV, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ A to Z, നിങ്ങൾ ജനിച്ച ടൈം മുതൽ, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം, പാസ്പോർട്ട് നമ്പറും നിങ്ങളുടെ ലൈസൻസ് ക്വാളിഫിക്കേഷൻസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് 10th +2 ഡിഗ്രി ഇൻക്ലൂഡിങ് നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് വൈസ് മാർക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത്, ഇനി ഏതെങ്കിലും കാറ്റഗറിയിൽ ഇപ്പോൾ ജർമ്മനിയിൽ പോകുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജർമ്മനി സ്വപ്നം കാണുന്ന ആളാണ്, ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, വിത്ത് IELTS ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു ക്വാളിഫിക്കേഷൻസോടുകൂടി നിങ്ങളുടെ യൂറോപ്പ CVയിൽ ആഡ് ചെയ്ത CV മാത്രം എനിക്കൊന്ന് അയച്ചു തരിക. ഇത് പ്രോപ്പറാണോ ചെക്ക് ചെയ്ത് ഞാൻ എല്ലാവരെയും അങ്ങോട്ട് വിളിക്കും. ആരും ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കേണ്ട, എല്ലാവരും അങ്ങോട്ട് വിളിക്കും. കാരണം നമുക്ക് ഒരുപാട് മെസ്സേജസ് വരും, ഒരുപാട് CVയും വരും. പക്ഷേ ഇതൊന്നും പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പുറത്ത് നടക്കാൻ പറ്റില്ല. കാരണം 1-2 അല്ല, നമുക്ക് ആകെ വെറും 300 വേക്കൻസീസ് ആണ് മൊത്തത്തിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഫില്ല് ആവാനായിട്ട് അത്ര ടൈം എടുക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ CVയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് മാത്രം എനിക്ക് വാട്സാപ്പിൽ അയച്ചോ. എല്ലാം പ്രോപ്പറാണ്, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നമുക്ക് നേരിട്ടൊന്ന് മീറ്റ് ചെയ്യണം. എവിടെയാണെന്ന ലൊക്കേഷൻ നമുക്ക് ഉറപ്പിച്ചിട്ട്, മിക്കവാറും കാലിക്കറ്റ് തന്നെയായിരിക്കും. നമുക്ക് ചെറിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാലിക്കറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചാൽ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്ത് നിങ്ങളൊരു ഇൻ്റർവ്യൂ സെക്ഷനും കാര്യങ്ങൾ എടുത്ത ശേഷം മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഓക്കെ, ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് പോസിബിൾ അല്ല. ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ്. സോ ഡിപ്പെൻഡൻറ്റ് വിസ ചോദിച്ച് ദയവ് ചെയ്ത് ആരും മെസ്സേജ് ചെയ്യരുത്. ഇത് സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ പോകുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ജെൻസിനും ലേഡീസിനും ഒരേപോലെ അപ്ലൈ ചെയ്ത് ഒരേപോലെ പോകാം. മാർക്ക് വൈസിലൊന്നും അല്ല കാര്യം. ഡിഗ്രി ഉണ്ടോ, പാസ്സാണോ, അത് മതി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനില്ല എന്ന് എനിക്കറിയാം. ജസ്റ്റ് നിങ്ങളെ പ്രോപ്പറായിട്ടുള്ള CV മാത്രം എനിക്കൊന്ന് അയച്ചു തരിക. ഓക്കെ ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും നിങ്ങളെ നേരിട്ട് കാണേണ്ട ടൈം, ഡേറ്റ് അടക്കം, ഞാൻ ഇതിൻ്റെ പ്രൊസീജിയർ അടക്കം എല്ലാം പറഞ്ഞുതരാം. ഓക്കെ.